കൊച്ചിൻ കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഉത്തരവാദിത്വം ഞങ്ങളുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് 5 വർഷക്കാലം നന്നായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതേ ജനങ്ങളുടെ മുമ്പാകെ തന്നെ ഞങ്ങൾ നടത്തിയ കാര്യങ്ങൾ ഓരോന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി നടത്താൻ പോകുന്ന കാര്യങ്ങൾ അവരുടെ മുമ്പാകെ അവതരിപ്പിച്ച് 2020-നേക്കാൾ മികച്ച രൂപത്തിലുള്ള വിജയം നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനവുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. അതിനെല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. നല്ല ഐക്യത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം താഴെത്തട്ട് മുതൽ കോർപ്പറേഷന്റെ എല്ലാ ഡിവിഷനുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനകം തന്നെ ഞങ്ങൾ രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടങ്ങളിലുമുള്ള LDF കമ്മിറ്റികളുടെ രൂപീകരണം പൂർത്തീകരിച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായ കൺവെൻഷനുകളും മറ്റു കാര്യങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും വരുത്തിയിരിക്കുന്നു. അപ്പോൾ നല്ല സുസംഘടിതമായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ജനങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുകയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് ആമുഖമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതിന് കഴിയുന്ന വിധത്തിൽ വ്യത്യസ്ത മേഖലയിലെ നിരവധി ആളുകളെ ചേർത്തുകൊണ്ടുള്ള ഒരു പാനലാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കോർപ്പറേഷനിലേക്ക് ഇപ്പോൾ 76 ഡിവിഷനുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മുടെ ആകെ 76 ഡിവിഷനാണ്. ഞാനിപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നത് 70 ഡിവിഷനുകളുടെ വിവരങ്ങളെ സംബന്ധിച്ചാണ്. 6 ഡിവിഷനുകളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നില്ല. അതൊന്ന് പൂണിത്തുറയാണ്, മറ്റൊന്ന് മട്ടാഞ്ചേരിയും ഗിരിനഗറുമാണ്, കടവന്ത്രയും പെരുമാനൂരും പനമ്പിള്ളി നഗറും. ഈ പറഞ്ഞ 6 എണ്ണം ഒഴികെയുള്ള ബാക്കി 70 ഡിവിഷനുകളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത്. ഈ പാനലിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഓരോ ഡിവിഷനിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഡിവിഷൻ നമ്പർ 1 ജനതാദൾ എസിനാണ് ആ ഡിവിഷൻ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥി ഷീബാലാൽ. ഡിവിഷൻ നമ്പർ 2 കൽബത്തി. INL-നാണ് സീറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് മത്സരിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഷക്കീല സൈഫുദ്ദീൻ ആണ് സ്ഥാനാർത്ഥി. ഡിവിഷൻ നമ്പർ 3 CPIM മത്സരിക്കുന്നതാണ്. സ്ഥാനാർത്ഥി സബീല ബി. ഡിവിഷൻ നമ്പർ 4 CPIM മത്സരിക്കുന്നതാണ്. രേഷ്മ രമേശ്. ഡിവിഷൻ നമ്പർ 5 CPIM ആണ് ഡിവിഷനിൽ മത്സരിക്കുന്നത്. രുക്മിണി നമ്പീശൻ. ഡിവിഷൻ നമ്പർ 7 CPIM ആണ് മത്സരിക്കുന്നത്. സുഹാന സുബൈർ സ്ഥാനാർത്ഥി. ഡിവിഷൻ നമ്പർ 8 CPIM ആണ് മത്സരിക്കുന്നത്. റോസിലി ജൂഡ്. ഡിവിഷൻ നമ്പർ 9 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ശിവപ്രസാദ്. ഡിവിഷൻ നമ്പർ 10 CPIM ആണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി ശശികല S. ഡിവിഷൻ നമ്പർ 11 CPI ആണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി ഷീല മോഹനൻ. ഡിവിഷൻ നമ്പർ 12 CPIM ആണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി T മായാദേവി. ഡിവിഷൻ നമ്പർ 13 CPIM ആണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി ഗ്രേസി ജോസഫ്. ഡിവിഷൻ നമ്പർ 14 CPIM ആണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി SFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നിയമ വിദ്യാർത്ഥിനിയുമായിട്ടുള്ള ഭാഗ്യലക്ഷ്മി NS. ഡിവിഷൻ നമ്പർ 15 CPIM ആണ് മത്സരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. നിയമസഭാ സ്ഥാനാർത്ഥിയായി എറണാകുളത്ത് നിന്ന് ഇടതുപക്ഷത്തിന്റെ മത്സരിച്ചിട്ടുള്ള ഷാജി ജോർജ് പ്രണത. ഡിവിഷൻ നമ്പർ 18 CPIM സ്ഥാനാർത്ഥിയാണ് KV മനോജ്. ഡിവിഷൻ നമ്പർ 17 CPIM സ്ഥാനാർത്ഥിയാണ് PM ഹാരിസ്. ഡിവിഷൻ നമ്പർ 18 CPI സ്ഥാനാർത്ഥിയാണ് CA ഷക്കീർ.
ഡിവിഷൻ നമ്പർ 19 CPIM സ്ഥാനാർത്ഥിയാണ് സന്തോഷ് ജോസഫ്. ഡിവിഷൻ നമ്പർ 20 CPI സ്ഥാനാർത്ഥിയാണ് ബ്രിജിത് ആഷ്വിൻ. 21 CPIM സ്ഥാനാർത്ഥിയാണ് ആർ നിഷാദ് ബാബു. 22 CPIM സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് EM സുനിൽകുമാർ. 23 CPIM സ്ഥാനാർത്ഥിയാണ് SJ ആന്റണി. 24 ജനതാദൾ എസിന്റെ സ്ഥാനാർത്ഥിയാണ് മേരി ജോർജ്. 25 CPIM സ്ഥാനാർത്ഥിയാണ് OP സുനിൽ. 26 CPIM സ്ഥാനാർത്ഥിയാണ് ബീന മഹേഷ്. 27 CPIM സ്ഥാനാർത്ഥിയാണ് VR ഗിരീഷ് കുമാർ. 28 CPIM സ്ഥാനാർത്ഥിയാണ് അംബിക സുദർശൻ. 29 CPIM സ്ഥാനാർത്ഥിയാണ് ലിസ പയസ്. 30 CPIM സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് ദീപ വർമ്മ. 31 CPIM സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ P അനിത. 32 CPIM സ്ഥാനാർത്ഥിയാണ് SN രാജേഷ്. 33 CPIM സ്ഥാനാർത്ഥിയാണ് R രതീഷ്. 34 CPIM സ്ഥാനാർത്ഥിയാണ് ജോർജ് നാനാട്ട്. 35 CPIM സ്ഥാനാർത്ഥിയാണ് അജി ഫ്രാൻസിസ്. 36 CPI സ്ഥാനാർത്ഥിയാണ് റീന ടീച്ചർ. 37 CPIM സ്ഥാനാർത്ഥിയാണ് സിനി ജോർജ്. 39 CPIM 38 CPIM സ്ഥാനാർത്ഥിയാണ് MP മുരളീധരൻ. 39 CPIM സ്ഥാനാർത്ഥിയാണ് വിമിത ബിജോയ്. 40 CPIM സ്ഥാനാർത്ഥിയാണ് രേഷ്മ അബി. 41 CPIM സ്ഥാനാർത്ഥിയാണ് സുമ സുന്ദരൻ. 42 CPIM സ്ഥാനാർത്ഥിയാണ് കല സാജു. 44 CPIM സ്ഥാനാർത്ഥിയാണ് KK പ്രദീപ് കുമാർ. 45 CPIM സ്ഥാനാർത്ഥിയാണ് ബീന ദിവാകരൻ. 46 CPIM സ്ഥാനാർത്ഥിയാണ് AB സാബു. 48 CPI സ്ഥാനാർത്ഥിയാണ് ബൈജു തോട്ടാളി. 52 CPIM സ്ഥാനാർത്ഥിയാണ് PR റനീഷ്. 53 CPIM സ്ഥാനാർത്ഥിയാണ് എലിസബത്ത് ടീച്ചർ. 54 CPIM സ്ഥാനാർത്ഥിയാണ് നിമിഷ ബാബു. 55 CPIM സ്ഥാനാർത്ഥിയാണ് അശ്വതി ജോഷി. 56 CPIM സ്ഥാനാർത്ഥിയാണ് NP ശാന്തിനി. 57 CPIM സ്ഥാനാർത്ഥിയാണ് സുജാത സാബു. 58 കോൺഗ്രസ് എസിന്റെ സ്ഥാനാർത്ഥിയാണ് KJ ബേസിൽ. 59 CPIM സ്ഥാനാർത്ഥിയാണ് ഷാനി ജസ്റ്റിൻ. 60 CPI സ്ഥാനാർത്ഥിയാണ് ലിഖിത NS. 61 CPIM സ്ഥാനാർത്ഥിയാണ് CR ബിജു. 62 CPIM സ്ഥാനാർത്ഥിയാണ് VA ശ്രീജിത്ത്. 63 CPIM സ്ഥാനാർത്ഥിയാണ് റാഷിദ ഹുസൈൻ. 64 CPIM സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് നീതു പ്രശാന്ത്. 65 CPIM സ്ഥാനാർത്ഥിയാണ് ഹേമ ടീച്ചർ.
ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷാണ് പ്രഖ്യാപനം നടത്തുന്നത്. 5 വർഷക്കാലം ജനങ്ങളെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വവും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് കോർപ്പറേഷന്റെ ഭരണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കോൺഗ്രസ് ഭരണകാലത്തെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നും അഴിമതിയുടെ കാലമായിരുന്നില്ല കഴിഞ്ഞ 5 വർഷമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാലിന്യ പ്രശ്നങ്ങളടക്കം പരിഹരിച്ചുവെന്നും ഭരണം തുടരാൻ അനുവദിച്ചാൽ രാജ്യത്തെ ഏറ്റവും ശുചിത്വമുള്ള നഗരമാക്കി കൊച്ചിയെ മാറ്റും എന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷനിലെ 74-ൽ 70 ഡിവിഷന്റെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടു.